ഞാൻ ടീച്ചറോട് ഇപ്പോൾ ഇരുന്ന് ഈ സംസാരം തുടങ്ങുന്നതിന് മുന്നേ ചോദിക്കണം, നമ്മുടെ ഈ ക്യാമറയിന് മുന്നിലുള്ള സംസാരത്തിന് മുൻപ് ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്. എനിക്ക് സിനിമ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെന്റും അതോടൊപ്പം തന്നെ നമ്മളെയൊക്കെ ഭയങ്കര അടിമുടി ടച്ച് ചെയ്യും കൂടെ ചെയ്ത ഒരാളാണ് ഗീത ടീച്ചർ എന്ന് പറയുന്ന തടവ് സിനിമയിലെ ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആള് ഭയങ്കര ഇമോഷണൽ ആണ് തോന്നുന്നു. അതായത് ഒരുപോലെ ചിരിയും കരച്ചിലും ബോൾഡ്നെസ്സും ഒക്കെ ഉള്ള ഒരു നല്ലൊരു സ്ത്രീ ആയിട്ടാണ് നമുക്കൊക്കെ ഗീത ടീച്ചറെ തോന്നുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിനെ പേഴ്സണലി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നോ? എന്താ ഗീത ടീച്ചറെ പറ്റി പറയാനുള്ളത്? എനിക്ക് ആ ക്യാരക്ടറിനോട് ഒരു ചെറിയ രീതിയിൽ ഞാനുണ്ട്. ഞാൻ സന്തോഷിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചിരിച്ച് അത് എക്സ്പ്രസ് ചെയ്യും എന്ന് പറഞ്ഞാൽ എക്സ്പ്രസീവാണ് ഞാൻ. എൻ്റെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. ചില ആളുകൾ എന്താ വെച്ചാൽ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖത്ത് കാണുകയില്ല. എനിക്കൊട്ടും പറ്റില്ല. എന്തെങ്കിലും ചെറിയതുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് അത് വരും. അപ്പോൾ ഈ ഗീത എന്നുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇവരുടെ ഇത് മാറാം, ഇമോഷൻ മാറിക്കൊണ്ടിരിക്കാം. അത് ഭയങ്കര വലിയൊരളവിലാണ്. അപ്പോൾ അത് അങ്ങോട്ട് കുറച്ച് ഗൃഹപാഠത്തിലൂടെ അങ്ങോട്ട് എത്തി എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷേ കുഴപ്പമുണ്ടായില്ല ചെയ്യാൻ. ഒരു ചലഞ്ചിങ് ആയിരുന്നു ഈ ക്യാരക്ടർ വിജയിച്ചാലേ സിനിമ വിജയിക്കൂ. അപ്പോഴാണ് നമ്മുടെ ഡയറക്ടർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു ചലഞ്ചായിരുന്നു ഈ ഒരു ക്യാരക്ടർ. ഗീത ടീച്ചറെ ചുറ്റിപ്പറ്റി തന്നെയാണ് ആ സിനിമ മുഴുവൻ ഗീത ടീച്ചറുടെ കയ്യിലാണ്. അപ്പോൾ ഗീത ടീച്ചറുടെ ഉയർച്ച താഴ്ചകളിലാണ് ആ സിനിമ മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗീത ടീച്ചർ എന്ന് പറയുന്നത് ആർട്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ബീന ടീച്ചർ അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ടീച്ചർ ഭയങ്കര നാടകത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. നാടകമാണ് ടീച്ചറുടെ ജീവൻ, ടീച്ചറുടെ ഒരു സ്വത്താണ് നാടകം എന്ന് തന്നെ പറയാം. അങ്ങനെ പറഞ്ഞാൽ ശരിയല്ലാണ്ടാവോ? ശരിയാണ്. എല്ലാ കലാരൂപങ്ങളും ഞാൻ ഒരുപാട് നെഞ്ചോട് ചേർക്കുന്നുണ്ട്. അഭിനയം കൂടുതൽ. നാടകം ക്ലാസ് റൂമിലായാലും കുട്ടികളെ കൊണ്ടായാലും ഞാൻ സ്വയം നാടകം കളിച്ച് നടക്കും. അതേപോലെ കുട്ടികൾക്കും അത് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ പോകുന്നു.